കഴിഞ്ഞ 1-2 മാസങ്ങളിലുണ്ടായ കൊലപാതകങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല. 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ അനിയനെയും കുടുംബത്തെയും വല്യപ്പാനെയും വല്യമ്മാനെയും ഉമ്മാനെയും കൊല ചെയ്യാനുള്ള മരണത്തിന്റെ ഘട്ടത്തിലിരിക്കുന്ന 5 പേരെ നമുക്ക് ആർക്കും ചിന്തിക്കാനോ കണക്കാക്കാനോ കഴിയാത്ത വിധമുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. അമ്മമാര് ബലാത്സംഗം ചെയ്യപ്പെടുന്നു മക്കളാൽ, സഹോദരിമാര് ബലാത്സംഗം ചെയ്യപ്പെടുന്നു സഹോദരങ്ങളാൽ. നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത, കേൾക്കാത്ത, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. മയക്കുമരുന്ന് വിതരണത്തിന്റെയും അതിന്റെ ഉൽപാദനത്തിന്റെയും ഒരു കേന്ദ്രമാക്കി കേരളത്തെ മാറ്റിയിരിക്കുന്നു പിണറായി ഗവൺമെന്റ്. ഒരു തർക്കമില്ല. ഏറ്റവും വലിയ വിഷയം, നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മക്കളെ ഒന്നും നാളെ ഒരു വിദ്യാലയത്തിലേക്ക് അങ്ങാടികളിലേക്ക് അയക്കാൻ കഴിയാത്ത വിധമുള്ള ദുസ്സാഹസത ഉണ്ടാക്കിയിരിക്കുകയാണ്. പോലീസും ഗവൺമെന്റും ഒളിച്ചു കളിക്കുകയാണ്. എനിക്കെന്റെ പ്രിയപ്പെട്ട പത്രമാധ്യമ പ്രവർത്തകരോട്, നിങ്ങൾ തിരുവനന്തപുരത്ത് നടന്ന ഈ 5 പേരെ കൊന്ന ആ പ്രതിയെക്കുറിച്ച് എന്താ പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തൊരു തെറ്റായ മെസ്സേജാണ് ജനങ്ങളിലേക്ക് വിടുന്നത്. പരിപൂർണമായും മയക്കുമരുന്നിന് അടിമയായ ഒരു വ്യക്തിയാണ് പ്രതി. പോലീസ് പറയുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട്, ആ അടിച്ചു പൊളിക്കാൻ പണം കിട്ടാത്തത് കൊണ്ട് ഇവരെ കൊന്നതാണ്. ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ മനംനൊന്നിട്ടാണ്, കടം കയറിയത് കൊണ്ടാണ്. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. കടം കയറി ആത്മഹത്യ ചെയ്ത പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പല കുടുംബങ്ങളും 2-3 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ആ മരണമൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ എങ്ങനെയാ കാണാൻ? 2 മക്കൾക്ക് അല്ലെങ്കിൽ ഭാര്യക്കും മക്കൾക്കും വിഷം കൊടുത്ത് ഭർത്താവ് അവസാനം തൂങ്ങിച്ചാവും, അല്ലെങ്കിൽ വിഷം കഴിച്ച് ചാവും. ആരാണോ മറ്റുള്ളവരെ ഈ പ്രയാസത്താൽ കൊലപ്പെടുത്തിയിട്ടുള്ള ആ വ്യക്തിയും സ്വയം മരണപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെയോ ഈ 5 പേരെ അടിച്ചു കൊന്ന് ഈ കോലത്തിലാക്കിയിട്ട് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോകുന്നത് അവന്റെ വിരലിൽ അവന്റെ കീ ചെയിനിട്ട് കറക്കിക്കൊണ്ട് സന്തോഷവതനായിട്ടാണ്. എന്ത് ലോജിക്കാണ് പോലീസ് ഈ പറയുന്നതിലുള്ളത്? പരിപൂർണമായിട്ടും ഒരു മയക്കുമരുന്നിന് സ്വയബോധം എന്ന് പറയുന്ന ഒരംശമില്ലാത്ത, താൻ ചെയ്യുന്നതെല്ലാം സന്തോഷപ്രദമാക്കി തോന്നുന്ന ഒരു വ്യക്തിക്കല്ലാതെ 2 മണിക്കൂറിനുള്ളിൽ 5 പേരെ കൊല്ലാൻ കഴിയുമോ? അവിടെ പോലീസ് ഒത്തുകളിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രക്തപരിശോധന റിപ്പോർട്ട് അതിൽ മായം ചേർക്കുകയാണ്. കേരളത്തിലെ പൊതുവികാരം ഈ ഗവൺമെന്റിനും ഈ മയക്കുമരുന്ന് ലോബിക്കും എതിരാണ് എന്നതാണ്. ഞാൻ മുഖ്യമന്ത്രിക്ക് ആദ്യം നൽകിയ പരാതിയിൽ കള്ളക്കടത്തിനോടൊപ്പമുള്ള മറ്റൊരു വിഷയം ഇതാണ്. കേരളത്തിലെ ചില ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ മയക്കുമരുന്ന് സംഘത്തിന്റെ ഭാഗമാണ്. അവർ കച്ചവടക്കാരായി മാറിയിരിക്കുന്നു. അതിന്റെ പല തെളിവുകളും ഞാൻ കൊടുത്തു. ഒരാൾ അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥരും ചില ഉന്നതരായ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടവരും ഈ മയക്കുമരുന്ന് ലോബിയുടെ കച്ചവടക്കാരാണ്. അതിന്റെ ഭാഗമാണ് 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് 5 മനുഷ്യർ ഇന്ന് നമ്മളെപ്പോലെ ജീവിച്ചിരിക്കേണ്ടവരെ സ്വന്തം മകനാൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതൊരു വളരെ ഗൗരവതരമായ അവസ്ഥയിലേക്ക് ഈ വന്യമൃഗശല്യം പോലെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 കാര്യത്തിനെതിരെയും ശക്തമായ സമരം കേരളത്തിൽ ഉടനീളം നടത്താനുള്ള ഞങ്ങളുടെ തീരുമാനമുണ്ട്. അത് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തക യോഗങ്ങളോ നേതൃത്വ യോഗം പൂർത്തിയാകുന്നതോടുകൂടി ഞങ്ങളത് ആരംഭിക്കുന്നതായിരിക്കും.